ഹായ് സ്റ്റുഡൻസ്, ഇക്വേഷൻസ് അക്കാദമിയുടെ ഹയർ സെക്കൻഡറി +2 മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 മാത്സ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് രണ്ട് പാർട്ടുകളിലായി പാർട്ട് 1-ൽ 6 ചാപ്റ്റേഴ്സും പാർട്ട് 2-ൽ 7 ചാപ്റ്റേഴ്സുമാണുള്ളത്. ടോട്ടൽ 13 ചാപ്റ്റേഴ്സ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം +1-ന് ഇതേ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നമ്മൾ +1-ന് സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നത് പഠിച്ചിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ശ്രദ്ധിച്ചേ, A = സെറ്റ് 1, 2, 3, B = സെറ്റ് 3, 4, 5. ഇങ്ങനെ രണ്ട് സെറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് A × B എഴുതാൻ അറിയാം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എങ്ങനെയാണ് അത് എഴുതുക? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്യാം. നോക്കിയേ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് A × B എന്ന് പറയുന്നത് ഒരു സെറ്റാണ്, കുറേ ഓർഡേർഡ് പെയേഴ്സിൻ്റെ സെറ്റാണ്. അതെങ്ങനെയാണ് എഴുതുക? എയിലെ ഓരോ എലമെൻറ്റും എടുത്തുകൊണ്ട് ബിയിലെ ഓരോ എലമെൻറ്റുമായിട്ട് പെയർ ചെയ്യാം. അങ്ങനെയാണ് ആ സെറ്റ് എഴുതാം. ഓക്കെ, ആദ്യം എയിലെ 1 എന്ന എലമെൻ്റ് എടുക്കുക. അത് ബിയിലുള്ള 3, 4, 5 ഓരോ എലമെൻറ്റുമായിട്ടും പെയർ ചെയ്തിട്ട് എഴുതാം. ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതാം. നോക്കിയേ, 1 എടുത്തു, 1, 3, 1, 4, 1, 5. അപ്പോൾ 1-ൻ്റെത് കഴിഞ്ഞു. ഇനി എയിൽ അടുത്ത എലമെൻ്റ് ഏതാണ്? 2 അല്ലേ? 2 എടുത്തിട്ട് അതേപോലെ തന്നെ 2, 3, 2, 4, 2, 5. ഇനി എന്താണ് എയിലുള്ള അടുത്ത എലമെൻറ്റ്? 3. 3-നെ എടുത്തിട്ട് ഇവിടെയുള്ള 3 എലമെൻറ്റ് കൊണ്ടും പെയർ ചെയ്യാം. എന്ത് വരും? 3, 3, 3, 4, 3, 5. ഇതാണ് A × B കാണാം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇതിൽ എത്ര എലമെൻ്റ് ഉണ്ട് നോക്കി. എയിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 3 എലമെൻ്റാണ്. ബിയിലും 3 എലമെൻറ്റ്സ് ഉണ്ട്. A × Bയിൽ എത്ര ഓർഡേർഡ് പെയർ ഉണ്ടാവും? അപ്പോൾ എയിൽ ഇവിടെ നോക്കി, എയിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്, ബിയിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ A × Bയിൽ എത്ര ഓർഡേർഡ് പെയർ ഉണ്ടാവും? 3 × 3 9 ഓർഡേർഡ് പെയർ ഉണ്ടാവും. നോക്കി, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതാണ് എന്ത്? A × B കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഇനി എന്താണ് റിലേഷൻ? റിലേഷൻ എന്ന് പറയുന്നത് ഈ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാവുക. ഒന്ന് നോക്കി, ഒരു എക്സാമ്പിൾ നോക്കാം. റിലേഷൻ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നാണ്. ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും എന്ത്? റിലേഷൻ. ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു റിലേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ എയും ബിയും തന്നിട്ട് അതിൽ നിന്ന് നിങ്ങളൊരു റിലേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഈ എഴുതിയിരിക്കുന്ന A × Bയുടെ സബ്സെറ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം ഒരു റിലേഷൻ. R = ഓർഡേർഡ് പെയർ AB സച്ച് ദാറ്റ് B = A + 2. അതായത് ആ ഓർഡേർഡ് പെയറിലെ രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കൂടെ 2 ആഡ് ചെയ്തായിരിക്കും. A എന്ന് പറയുന്നത് ബിലോങ്സ് ടു സെറ്റ് A, B ബിലോങ്സ് ടു സെറ്റ് B. അപ്പോൾ എന്ത് വരും? ഓക്കെ, എയിലെ ഓരോ എലമെൻ്റ് കൊടുക്കുക. എയിൽ 1 എടുക്കുമ്പോൾ 1-ൻ്റെ കൂടെ 2 ആഡ് ചെയ്യാം. 1 + 2 അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? 1, 3 കിട്ടി. ഇനി അതേപോലെ A2 കൊടുക്കുക. A2 കൊടുക്കുമ്പോൾ B എന്തായിരിക്കും? 2 + 2 4 കിട്ടി അല്ലേ? ഇനി A3 കൊടുക്കുമ്പോഴോ എന്ത് വരും? B എന്തായിരിക്കും? 3 + 2 5 എന്ന് കിട്ടി. അപ്പോൾ എന്താണ് ഇത്? സെറ്റ് ബിൽഡർ ഫോമിലാണ് എഴുതിയിരിക്കുന്നത് ഈ റിലേഷൻ. അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതിയിരിക്കുന്നു. R = സെറ്റ് ഓർഡേർഡ് പെയർ 1, 3, 2, 4 and 3, 5. മനസ്സിലായല്ലോ? ഇനി ഇത് നോക്കി, ഈ റിലേഷൻ, ഈ ഓർഡേർഡ് പെയർ ഇത് ഈ സെറ്റിൻ്റെ സബ്സെറ്റ് അല്ലേ? നോക്കി, 1, 3 അതിലുണ്ട്, 2, 4 ഉണ്ട്, 3, 5 ഉണ്ട്. അപ്പോൾ ഒരു റിലേഷൻ എന്ന് പറയുന്നത് എന്താണത്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് പഠിക്കാനുണ്ട്. നമുക്കത് നോക്കാം. ടൈപ്സ് ഓഫ് റിലേഷനിൽ ആദ്യത്തേത് എംപ്റ്റി റിലേഷനാണ്.
എം ടി റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ എന്തായിരിക്കും, ആ റിലേഷൻ എം ടി ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഇഫ് എ റിലേഷൻ ഇൻ എ സെറ്റ് ഹാസ് നോ എലമെൻറ്റ്സ്, ആ റിലേഷനിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അതെന്താണ്, എം ടി റിലേഷനാണ്. നമ്മൾ പറഞ്ഞു റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റ് അല്ലേ. ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നമുക്കറിയാം സബ്സെറ്റ് ലിസ്റ്റ് എഴുതുമ്പോൾ എം ടി സെറ്റും എന്താണ്, സബ്സെറ്റാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു റിലേഷനിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിനെ എന്തെന്ന് പറയും, എം ടി റിലേഷൻ എന്ന് പറയും. അടുത്തത് എന്താണ്, യൂണിവേഴ്സൽ റിലേഷനാണ്. ഇവിടെയും അതേപോലെ തന്നെ ഒരു റിലേഷൻ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ സബ്സെറ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ എം ടി സെറ്റ് ഉണ്ടായിരിക്കും. ആ സെറ്റ് അല്ലേ, ദാറ്റ് സെറ്റ് ഇറ്റ് സെൽഫ് എന്താണ്, സബ്സെറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ എ ക്രോസ് ഇപ്പോൾ ഒരു എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു റിലേഷൻ എഴുതുമ്പോൾ എ ക്രോസ് എ എഴുതും. എ ക്രോസ് എ കംപ്ലീറ്റ് എന്താണ്, ഒരു റിലേഷൻ തന്നെയാണ്, അത് സബ്സെറ്റ് അല്ലേ. അപ്പോൾ എന്തെന്ന് പറയാം, ഇഫ് എ റിലേഷൻ ഇൻ എ സെറ്റ് ഹാസ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് എ ക്രോസ് എ ക്രോസ് എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ആ റിലേഷനിലുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയും. എന്താണ് അപ്പം പറഞ്ഞത്, എം ടി റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും എലമെൻറ്റ്സ് ഇല്ലാതിരിക്കുക. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻറ്റ്സും ഉണ്ടാവുക, ആ ക്രോസ് എയിലുള്ള എല്ലാ എലമെൻറ്റ്സും നമ്മളുടെ ഈ റിലേഷനുണ്ടെങ്കിൽ അത് യൂണിവേഴ്സൽ റിലേഷനാണ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതാണ് റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ, ഈക്വാലൻസ് റിലേഷൻ. ഇതുപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ട്. എക്സസൈസ് ഇതിലെ ഫസ്റ്റ് എക്സസൈസ് അതാണ്, നമുക്ക് അത് പഠിക്കാം. എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ? ഇപ്പോൾ സെറ്റ് എയിൽ നിന്ന് എയിലേക്കൊരു റിലേഷൻ എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ആ റിലേഷനിൽ സെറ്റ് എയിലെ ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ റിലേഷനിൽ ഓർഡേർഡ് പെയർ എ എ ഉണ്ടെങ്കിൽ അതെന്താണ്, റിഫ്ലെക്സീവ് റിലേഷനാണ്. അതായത് സെറ്റിൽ നമ്മളിപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ 1 എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ടെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ റിലേഷനിൽ എന്ത് വേണം, 1 1 വേണം. സെറ്റിൽ 2 ഉണ്ടെങ്കിൽ 2 2 റിലേഷനിൽ വേണം. സെറ്റിൽ 3 ഉണ്ടെങ്കിൽ 3 3 വേണം. അതാണ് പറയുന്നത് ഇഫ് എ ഓർഡേർഡ് പെയർ എ ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ ഫോർ എവറി എ ബിലോങ്സ് ടു സെറ്റ് എ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയും. ഇപ്പോൾ നോക്കാം, എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 ആണ്. എയിൽ നിന്നും എയിലേക്കുള്ള റിലേഷൻ എഴുതുമ്പോൾ നമ്മളുടെ റിലേഷനിൽ 1 1 2 2 3 3 അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്താണ്, റിഫ്ലെക്സീവ് റിലേഷനാണ്. ക്ലിയർ ആയല്ലോ. അടുത്തത് നോക്കാം. അടുത്തത് സിമെട്രിക് റിലേഷനാണ്. ഇഫ് സിമെട്രിക് റിലേഷൻ ആവുന്ന കണ്ടീഷൻ എന്താണ്, ഇഫ് ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ. എ ബി റിലേഷനിലുണ്ടെങ്കിൽ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. ബി എയും ആ റിലേഷനിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെന്തെന്ന് പറയാം, ഫോർ എവറി എ കോമ ബി ബിലോങ്സ് ടു സെറ്റ് എ. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ എന്തെന്ന് പറയും, സിമെട്രിക് റിലേഷൻ എന്ന് പറയും. നോക്കാം, ഇപ്പോൾ സെറ്റ് എയിൽ 1 2 3 എലമെൻറ്റ്സ് ഉണ്ട്. എയിൽ നിന്നും എയിലേക്ക് ഒരു റിലേഷൻ നമ്മൾ എഴുതുകയാണ്, ഡിഫൈൻ ചെയ്യണം. അങ്ങനെയെങ്കിൽ നമ്മൾ എഴുതുന്ന റിലേഷനിൽ 1 2 ഉണ്ടെങ്കിൽ ആ റിലേഷനിൽ എന്ത് വേണം, 2 1 ഉണ്ടായിരിക്കണം. 1 2 ഉണ്ട്, 2 1 ഉണ്ടെങ്കിൽ അതെന്താണ്, സിമെട്രിക് റിലേഷനാണ്. അതാണ് പറഞ്ഞത് ഇഫ് എ ബി ബിലോങ്സ് ടു ആർ. എ ബി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ആ റിലേഷനിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബി എ അതിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെന്തെന്ന് പറയും, സിമെട്രിക് റിലേഷൻ എന്ന് പറയും. ഇഫ് 1 2 ബിലോങ്സ് ടു ആർ ദെൻ 2 1 ബിലോങ്സ് ടു ആർ. ക്ലിയർ ആയല്ലോ. അതാണ് എന്താ, സിമെട്രിക് റിലേഷൻ. അടുത്തതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. എന്താണ്, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, ഇഫ് ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ കോമ ബി സി ബിലോങ്സ് ടു ആർ. ഓർഡേർഡ് പെയർ ബി സി ബിലോങ്സ് ടു ആർ. അതെങ്ങനെയെന്ന് നോക്കിയേ, ഈ ഓർഡേർഡ് പെയറിൻ്റെ രണ്ടാമത്തെ എലമെൻറ്റ് ബി, അടുത്ത ഓർഡേർഡ് പെയറിൽ ഈ രണ്ടാമത്തെ എലമെൻ്റ് ആണ് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ഓർഡേർഡ് പെയറിലെ രണ്ടാമത്തെ എലമെൻറ്റും സെക്കൻഡ് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റും ഈക്വൽ ആവുക. കണ്ടോ, ഇവിടെയും ബി ഇവിടെയും ബി. അങ്ങനെയാണെങ്കിൽ ഈ എയും സിയും ആദ്യത്തെ ഓർഡേർഡ് പെയറിൻ്റെ ഫസ്റ്റ് എലമെൻറ്റും രണ്ടാമത്തെ ഓർഡേർഡ് പെയറിൻ്റെ ലാസ്റ്റ് എലമെൻറ്റും ആയിട്ടുള്ള ഒരു ഓർഡേർഡ് പെയർ ആ റിലേഷനിൽ ഉണ്ടാവുക.
അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ട്രാൻസിറ്റീവ് റിലേഷനാണ്. നോക്കിയേ, ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ, വിച്ച് ഇംപ്ലൈസ് ordered pair AC belongs to R. For every A, B, C belongs to set A. മനസ്സിലായല്ലോ? ഇനി ഒരു റിലേഷൻ ഈ 3 കണ്ടീഷൻസും, അതായത് റിഫ്ലക്സീവ് ആവുക, സിമെട്രിക് ആവുക, ട്രാൻസിറ്റീവ് ആവുക, ഇത് 3 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയും. ഇഫ് ആർ ഈസ്, ഡെഫിനിഷൻ എന്താണ്? ഒരു റിലേഷൻ R എന്ന് പറയുന്നത് ഈക്വാലൻസ് റിലേഷൻ ആവണമെങ്കിൽ അതെന്തായിരിക്കണം? റിഫ്ലക്സീവ് ആവണം, സിമെട്രിക് ആവണം ആൻഡ് ട്രാൻസിറ്റീവ് ആവണം. ഇത് ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെന്തെന്ന് പറയും? ഈക്വാലൻസ് റിലേഷൻ എന്ന് പറയും. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്താണ് റിഫ്ലക്സീവ് റിലേഷൻ? ഇഫ് എ ഓർഡേർഡ് പെയർ എ ബിലോങ്സ് ടു ആർ, നമ്മളുടെ സെറ്റിലുള്ള ഓരോ എലമെൻസും അതേ എലമെൻറ്റിനെ വെച്ച് നമ്മൾ പെയർ ചെയ്യാം. അങ്ങനെ അത് ആ റിലേഷനിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെന്തെന്ന് പറയും? റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. സെറ്റിൽ 1, 2, 3 ഉണ്ടെങ്കിൽ റിലേഷനിൽ എന്ത് വേണം? ഓർഡേർഡ് പെയർ 1, 1 വേണം, 2, 2 വേണം, 3, 3 വേണം. അങ്ങനെയാണെങ്കിൽ ഇത് റിഫ്ലക്സീവായി. ഇനി അടുത്തത് എന്താ? സിമെട്രിക്. എന്താണ് ഡെഫിനിഷൻ? എ ബി എന്നുള്ളത് ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വേണം? ബി എ അതിലുണ്ടാവണം. 1, 2 ബിലോങ്സ് ടു ആർ. 1, 2 എന്നുള്ളത് റിലേഷനിൽ ഉണ്ടെങ്കിൽ 2, 1 ആ റിലേഷനിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അതിനെന്തെന്ന് പറയാം? സിമെട്രിക് റിലേഷൻ എന്ന് പറയാം. ഇനി നോക്കിയേ, ട്രാൻസിറ്റീവ് ആണ്. എന്താണ്? എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ എന്താണ്? എ സി, ഈ എയും സിയും, എ സി ബിലോങ്സ് ടു ആർ. എ സിയും ആ ഓർഡേർഡ് പെയർ എ സി ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? അതിനെ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയും. ഇനി എന്താണ് ഈക്വാലൻസ് റിലേഷൻ? ഈക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്നത് ഇഫ് എ റിലേഷൻ ഈസ് റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്, അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഈക്വാലൻസ് റിലേഷനാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. എക്സസൈസ് 1.1 ടെക്സ്റ്റ് നിങ്ങളുടെ ബുക്കിലെ എക്സസൈസ് 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Determine whether each of the following relations are reflexive, symmetric and transitive. നമ്മൾ ചെക്ക് ചെയ്യാനാണ് റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. റിലേഷൻ ആർ ഓൺ ദി സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3 എക്സെട്ര 13, 14. ഇതാണ് സെറ്റ് എ തന്നിരിക്കുന്നത്. എന്നിട്ട് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈസ് ഡിഫൈൻഡ് ആസ് R is equal to ordered pair xy such that 3x minus y equal to 0. അതാണ് റിലേഷൻ. അതായത് ആ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നോക്കിയേ, 3x മൈനസ് വൈ ഈക്വൽ ടു 0. എന്താണ് 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ? 3x മൈനസ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ 3x ഈക്വൽ ടു y. അതായത് ഓർഡേർഡ് പെയറിലെ രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ത്രൈസ് ആണ്. ഫസ്റ്റ് എലമെൻറ്റ് 1 ആണെങ്കിൽ ഓർഡേർഡ് പെയറിലെ രണ്ടാമത്തെ എലമെൻറ്റ് എന്തായിരിക്കും? 3 ആയിരിക്കും. ഫസ്റ്റ് എലമെൻറ്റ് 2 ആണെങ്കിൽ രണ്ടാമത്തെ എലമെൻറ്റ് എന്തായിരിക്കും? 2 × 3 6 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള റിലേഷൻ. ആർ ഈക്വൽ ടു സെറ്റ് എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ ടു 0. 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്? 3x ഈക്വൽ ടു y ആണ്. അപ്പോൾ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. അതിന് ഞാൻ റോസ്റ്റർ ഫോമിൽ എഴുതി. എന്താണ്? ഫസ്റ്റ് എലമെൻറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ 3 ടൈംസ് ത്രൈസ് ആയിരിക്കും. എത്രയാണ്? 1 × 3 എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലേ? ഇനി ഫസ്റ്റ് എലമെൻറ്റ് 2, ഇവിടെ നിന്ന് ഓരോ എലമെൻറ്റും എടുക്കുക കേട്ടോ. ഫസ്റ്റ് എയിൽ നിന്ന് എടുക്കാം. എയിൽ നിന്ന് നമ്മൾ ഓരോ എലമെൻറ്റും എടുക്കാം. അപ്പോൾ അടുത്തത് 2 ആണ്. ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് 2 ആവുമ്പോൾ 2 × 3 6 വന്ന്. ഇനി അടുത്ത എലമെൻറ്റ് 3 ആണ്. 3 × 3 9 വന്ന്. പിന്നെ 4 ആണ്. 4 × 3 12 വന്ന്. ഇനിയും ഇവിടെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. 4-ന് ശേഷം 5, 6, ഇവിടെ 14 വരെയുണ്ട്. പക്ഷേ എന്താണ്, നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ 5 എടുത്തു കഴിഞ്ഞാൽ 5 × 3 15 എന്ന് വരും അല്ലേ റിലേഷൻ.
പക്ഷേ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് സെറ്റ് എയിൽ നിന്നും എയിലേക്കാണ്. ഇവിടെ 15 ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് 5 എടുക്കാൻ പറ്റില്ല. 4 വരെ പറ്റുള്ളൂ. എക്സിന് 4 ആകുമ്പോൾ y 12 സെറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ 1 3 2 6 3 9 4 12. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. റിഫ്ലെക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നോക്കാം. റിഫ്ലെക്സീവ് ആണോ എന്നുള്ള കണ്ടീഷൻ എന്താണ്? 1 എന്ന എലമെൻറ്റ് നമ്മുടെ സെറ്റിലുണ്ടെങ്കിൽ നമ്മുടെ റിലേഷനിൽ എന്ത് വേണം? 1 1 ഉണ്ടായിരിക്കണം. 2 ഉണ്ടെങ്കിൽ 2 2 ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ ഒരു എലമെൻറ്റും ഇതിലില്ല. അപ്പോൾ നമ്മൾ മുഴുവൻ ഇല്ല എന്ന് എഴുതേണ്ട. ഇല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഒരെണ്ണം എഴുതിയാൽ മതി. നോക്കിയേ, 1 1 ഡസൻറ്റ് ബിലോങ് ടു ആർ. 1 1 ഇല്ലല്ലോ നമ്മുടെ റിലേഷനിൽ. ഇല്ല, 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഒന്നും ഇല്ല. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഓർഡേർഡ് പെയർ 1 1 ഡസൻറ്റ് ബിലോങ് ടു ആർ, therefore ആർ ഇസ് നോട്ട് റിഫ്ലെക്സീവ്. ക്ലിയർ ആയല്ലോ? ഇനി സിമ്മട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സിമ്മട്രിക് ആണെങ്കിൽ എന്താ കണ്ടീഷൻ? ഇഫ് ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ, ദെൻ വിച്ച് ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. 1 3 എന്ന് പറയുന്നത് നമ്മൾ സെറ്റിലുണ്ട്. അങ്ങനെയാണെങ്കിൽ സിമ്മട്രിക് ആണെങ്കിൽ എന്താണ്? 3 1 വേണം അല്ലേ? 3 1 ഇതിലുണ്ടോ? ഇല്ല. 1 3 belongs to R, but 3 1 ordered pair 3 1 doesn't belong to R, therefore R is not symmetric. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് അടുത്ത് ചെക്ക് ചെയ്യേണ്ടത്? ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. എന്താണ് ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ? ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ, ദെൻ എ സി ബിലോങ്സ് ടു ആർ. അതായത് 1 3 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് അല്ലേ? 1 3 ബിലോങ്സ് ടു ആർ റിലേഷനിലുണ്ട്. ഇനി 3 വെച്ച് തുടങ്ങുന്ന വേറെ ഒരെണ്ണം നോക്കിയാൽ അതെ 3 വെച്ച് 3 9 ഉണ്ട്. 1 3 ബിലോങ്സ് ടു ആർ. അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ് വെച്ച് തുടങ്ങുന്ന വേറെ ഓർഡേർഡ് പേര് 3 9 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്ത് വേണം? ഈ ഫസ്റ്റ് എലമെൻറ്റും ഈ ലാസ്റ്റ് എലമെൻറ്റും കൂടിയുള്ള ഓർഡേർഡ് പെയർ 1 9 ഈ റിലേഷനിൽ വേണം. 1 9 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തെന്ന് എഴുതാം? 1 3 ബിലോങ്സ് ടു ആർ, 3 9 belongs to R, but 1 9 doesn't belong to R. Therefore, R is not transitive. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് എഴുതാം? R is neither reflexive nor symmetric nor transitive. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. റിലേഷൻ R in the set n of natural numbers defined as R equal to set ordered pair xy such that y equal to x plus 5 and x less than 4. ഇതാണ് റിലേഷൻ. y equal to x plus 5. ആ ഓർഡേർഡ് പെയറിലെ രണ്ടാമത്തെ എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കൂടെ 5 ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്. നമുക്കതൊന്ന് ലിസ്റ്റ് ചെയ്യാം. റോസ്റ്റർ ഫോമിൽ എഴുതാം. ഈക്വൽ ടു സെറ്റ് എക്സിന് 1 കൊടുക്കുമ്പോൾ 1ൻ്റെ കൂടെ 5 ആഡ് ചെയ്താൽ 6 കിട്ടും അല്ലേ? y ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്നാണ്. എക്സിന് 2 കൊടുക്കുമ്പോൾ 2 + 5 7 കിട്ടി. എക്സിന് 3 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 3 + 5 8 എന്ന് കിട്ടും. എന്താണ് നമ്മൾ 1 2 3 കൊടുക്കാൻ കാരണം? സെറ്റ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ ദി സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ടാണ് 1 2 3 കൊടുക്കുന്നത്. പക്ഷേ 3 വരെ കൊടുക്കാനേ പറ്റുള്ളൂ. ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലേ? എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 4 ആയിരിക്കണം. 4നേക്കാൾ ചെറുത് എക്സ് എന്ന് പറയുന്നത് നമുക്ക് 3 വരെ പറ്റുള്ളൂ. എക്സിൻ്റെ വാല്യൂ 4നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് ആവണമെന്ന് റിലേഷനിലുണ്ട്. അതുകൊണ്ട് എക്സിന് 3 വരെ കൊടുത്തു. 3 കൊടുത്ത് നമുക്ക് y വാല്യൂ എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ. ഇനി അത് എന്ത് നോക്കാം? നമുക്കിനി ചെക്ക് ചെയ്യണം. എന്ത് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കണം. അപ്പോൾ റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? നമ്മുടെ സെറ്റിൽ എന്തൊക്കെയുണ്ട്? 1 2 3 അങ്ങനെയല്ലേ? അപ്പോൾ നമ്മുടെ റിലേഷനിൽ എന്ത് വേണം? 1 1 വേണം. 1 1 ഇതിലില്ലല്ലോ. റിലേഷനിലുണ്ടോ? 1 1 ഇല്ല. അപ്പോൾ 1 1 doesn't belong to R, therefore R is not reflexive. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് എന്താണ്? സിമ്മട്രിക് ആണ്. നമ്മുടെ റിലേഷന് 1 6 ഉണ്ട് അല്ലേ? 1 6 ഉണ്ടെങ്കിൽ 6 1ഉം ആ റിലേഷനിലുണ്ടെങ്കിൽ എന്താണ്? സിമ്മട്രിക് ആണ്. 1 6 ഉണ്ട് പക്ഷേ 6 1 ഇല്ല. 2 7 ഉണ്ട് 7 2 ഇല്ല. 3 8 ഉണ്ട് 8 3 ഇല്ല. അപ്പോൾ എന്ത് എഴുതാം?
ഒരെണ്ണം എഴുതിയാൽ മതി. ഇല്ല എന്നുള്ളതിന് നമ്മൾ ഒരു ഇത് എഴുതിയാൽ മതി. 1/6 belongs to relation R, but 6/1 doesn't belong to R. So R is not symmetric. ക്ലിയർ ആയല്ലോ? ഇനി ട്രാൻസിറ്റീവ് ആണ് ചെക്ക് ചെയ്യണം. എന്താണ് ട്രാൻസിറ്റീവ് ആയുള്ള കണ്ടീഷൻ? ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ, വിച്ച് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. ഇവിടെ നോക്കിയേ, 1/6 എടുത്തു. 1/6 ഉണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? 6 വെച്ച് തുടങ്ങുന്ന വേറൊരു ഓർഡേഡ് പെയർ ഇവിടെ വേണം. ഇവിടെ ഉണ്ടോ 6 വെച്ച് തുടങ്ങുന്നത്? ഇല്ല. 2/7 എടുത്തേ. 2/7 എടുത്തു കഴിഞ്ഞാൽ 7 വെച്ച് തുടങ്ങുന്ന ഒരു ഓർഡേഡ് പെയർ ഇതിൽ വേണം. ഇല്ല. 3/8 ആണെങ്കിൽ 8 വെച്ച് തുടങ്ങുന്ന ഒരു ഓർഡേഡ് പെയർ ഇതിൽ വേണം. അപ്പോൾ നമ്മൾക്ക് ഇതൊരു ഈ കേസിൽ നമ്മൾ എന്തെന്ന് പറയും? there are no two pairs of the form ordered pair AB belongs to R and BC belongs to R. അങ്ങനത്തെ ഒരു ഫോം ഉള്ള പേഴ്സ് ഇതിലില്ല. ഈ ഒരു ഫോമിലുള്ള പേഴ്സ് ഇതിലില്ല. അതുകൊണ്ട് സോ we can't expect ordered pair AC belongs to R. നമ്മളുടെ കണ്ടീഷനിലുള്ള ഓർഡേഡ് പെയർസ് ഉണ്ടെങ്കിലല്ലേ നമുക്കിത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ we can't expect ordered pair AC belongs to R. ഇത്തരം കേസിൽ നമ്മൾ പറയാം സോ R is transitive എന്നാണ്. അത് ട്രാൻസിറ്റീവ് ആണ്. കാരണം ട്രാൻസിറ്റീവ് ആകാനുള്ള കണ്ടീഷൻസ് ഇതിലേ ഇല്ല, ആ റിലേഷനിലില്ല. അപ്പോൾ ഈ കേസിൽ നമ്മൾ ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്നാണ് പറയുക. സോ എന്തെന്ന് എഴുതും? നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി? റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക്കും അല്ല, പക്ഷേ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതും? R is neither reflexive nor symmetric but transitive. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോ പോയിൻറ്റ്സും ഓരോ ടോപ്പിക്കും അതിൻ്റെ കോൺസെപ്റ്റോടു കൂടി പഠിച്ചു പോവുക. ഇനി നമ്മൾ ഈ പ്രോബ്ലംസിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, കോൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആ ഡൗട്ട് എന്നെ അറിയിക്കുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നീട് നമുക്ക് വേണമെങ്കിൽ കുറേ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ വീഡിയോ അല്ലെങ്കിൽ ഒരു ലൈവ് സ്ട്രീമായിട്ട് ചെയ്യാം വീഡിയോ. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.